കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസമായ മെയ് 8 രാവിലെ വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അന്ന് പൊമ്പൈ മാതാവിൻ്റെ തിരുനാളായതുകൊണ്ട് ആ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അന്നേ ദിവസം ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്നും പരിശുദ്ധ അമ്മ വഴി നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ ലഭിക്കുമെന്നും. അത്ഭുതകരമെന്നോണം അന്ന് വൈകുന്നേരം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം സ്വീകരിച്ച പേര് ലയോ 14 എന്നായിരുന്നു. അതായത് മരിയൻ പോപ്പായിരുന്ന ലയോ 13 പിന്തുടർച്ചയായി ആ പേര് സ്വീകരിക്കുമ്പോൾ അതിനേറെ അർത്ഥങ്ങളുണ്ട്. ലയോ 14 മാർപ്പാപ്പ മാതാവിനായി സമർപ്പിക്കപ്പെട്ട ശനിയാഴ്ച ദിവസം 2 സാങ്ച്വറികളാണ് പരിശുദ്ധ അമ്മയുടെ സാങ്ച്വറികളാണ് സന്ദർശിച്ചത്. ഒന്നാമതായി വിശുദ്ധ അഗസ്റ്റിൻ സ്ഥാപിച്ച സഭയിലെ അംഗമായ ലയോ 14 മാർപ്പാപ്പ റോമിലെ ജൻസാനോയിലുള്ള അവർ ലേഡി ഓഫ് ബോൺ കൗൺസിൽ, ഗുഡ് കൗൺസിൽ എന്ന് പറഞ്ഞ അഗസ്റ്റീനിയൻ വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു മരിയൻ സാങ്ച്വറി 4 മണിയോടുകൂടി സന്ദർശിക്കുകയുണ്ടായി. ആ മാതാവിൻ്റെ അരികിൽ ചെന്ന് ദേവാലയത്തിൽ കയറിയപ്പോൾ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ആദ്യം ചെയ്തത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന അൾത്താരയുടെ മുമ്പിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ അവർ ലേഡി ഓഫ് ബോൺ കൗൺസിൽ, ഗുഡ് കൗൺസിൽ എന്ന് പറഞ്ഞ ആ സാങ്ച്വറിയിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ നടത്തി. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധനം ചെയ്തപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നും എൻ്റെ പേപ്പസിയുടെ ശുശ്രൂഷകളെല്ലാം അമ്മയെ ഏൽപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്ന മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയെയും തിരുസഭയുടെ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുവെന്ന് പറയുകയുണ്ടായി. അവിടെ നടന്ന പ്രാർത്ഥനയിൽ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ ആവേ മരിയ പ്രാർത്ഥന ചൊല്ലി, നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയും പിന്നീട് അതിനുശേഷം സാൽവേ റെജീന എന്ന ഗാനം ആലപിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ജനങ്ങളെ കണ്ട് പ്രത്യേകമായി അവരെ ഗ്രീറ്റ് ചെയ്യുകയും ചെയ്തു. ഏതായിരുന്നാലും ഇത് ആദ്യമായിട്ടല്ല ലയോ 14 മാർപ്പാപ്പ അവിടെ പോകുന്നത്. പണ്ടൊരിക്കൽ ആ സഭയുടെ സുപ്പീരിയർ ജനറലായി, പ്രയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നന്ദി സൂചകമായും പ്രാർത്ഥിക്കുവാനുമായി ആ മാതാവിൻ്റെ അരികിൽ പോയിരുന്നു. പിന്നീട് ഏപ്രിൽ 25 2024 അദ്ദേഹം കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവിടെ തിരുനാളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായി പോയിരുന്നു. ഇതാ വീണ്ടും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ അരികിൽ ചെന്ന് സഭയെ മുഴുവനായും പത്രോസിന്റെ പിൻഗാമിയായ തൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിനായി ലയോ 14 മാർപ്പാപ്പ ജൻസാനയിലുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്ന മാതാവിൻ്റെ സാങ്ച്വറിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് തിരിച്ചു വരുന്ന വഴിക്ക് വൈകുന്നേരം മേരി മജോറ ബസിലിക്കയിൽ പ്രവേശിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുകയും മേരി മജോറ ബസിലിക്കയിലെ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഇലക്ഷൻ്റെ ദിവസങ്ങളിൽ അതിനുശേഷവും സൂചിപ്പിച്ചതുപോലെ ലയോ 14 മാർപ്പാപ്പ ഒരു മരിയൻ മാർപ്പാപ്പയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു മരിയൻ ടച്ച്, ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതുതന്നെയായിരുന്നു ഇലക്ഷൻ്റെ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതും. ഏതായിരുന്നാലും ലയോ 14 മാർപ്പാപ്പ തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ആ അമ്മയുടെ ഉപദേശം തേടി സഭയെ നയിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ശുഭസൂചകമായ ഒരു വാർത്ത തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.